ഇനി എ സീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെന്താ 2 തെർമോമീറ്റർ ഉണ്ട്. ഈ 2 തെർമോമീറ്ററിൽ എന്താണ്, ഒന്ന് ഇൻലെറ്റ് എയർ ആദ്യത്തെ, അതിൻ്റെ ഡ്രൈ ബൾബും വെറ്റ് ബൾബും ടെമ്പറേച്ചർ നമ്മൾ കണ്ടുപിടിക്കും. ആ മറ്റേ കറക്കുന്ന സാധനമല്ലേ അതിൽ. പിന്നെയുള്ളത് എന്താണ്, നമ്മൾ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റഡി സ്റ്റേറ്റ് കിട്ടിയിട്ടാട്ടോ. ഇവിടെ കണ്ടില്ലേ ടെമ്പറേച്ചർ, ഈ T1 T4 ഇത് ഒരു സെയിം ആവുന്ന വരെ, അല്ലെങ്കിൽ അരമണിക്കൂറോ 40 മിനിറ്റോ കഴിഞ്ഞിട്ടാണ് എന്ത് നമ്മൾ ഈ ഔട്ട്ലെറ്റ് എടുക്കേണ്ടത്, ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ തണുത്ത് കഴിയുമ്പോൾ എന്താവും, ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ തണുത്ത് കഴിയുമ്പോൾ ഇവിടെ കണ്ടില്ലേ 34 ഡിഗ്രി ഉള്ളത് 31 ഡിഗ്രിയോ, 27 ഇവിടെ കണ്ടില്ല 28 27 ആ റേഞ്ച്. പിന്നെ നമുക്ക് വരുന്നത് എന്താണ്, പിന്നെ നമുക്ക് വരുന്ന ഈ സക്ഷൻ പ്രഷറാണ്. 2 പ്രഷർ ഉണ്ടാവും എന്തായാലും. അതിൽ ഒന്ന് വലുതുമായിരിക്കും, ഒന്ന് എന്താ ചെറുതുമായിരിക്കും. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ ഫോഴ്സാണ്. ഇതിനെ നമുക്ക് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് മാറ്റാം. കാൽക്കുലേറ്ററിൽ മറ്റേ ഈ 91 FX991 ഷിഫ്റ്റ് 8 അടിച്ചിട്ട് നമുക്ക് എന്താണ് കിലോഗ്രാം ഫോഴ്സ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ പാസ്കലിലേക്ക് മാറ്റാം. അങ്ങനെ മാറ്റാം. സക്ഷൻ പ്രഷർ മനസ്സിലായി. പിന്നെ എന്താണ്, ഡിസ്ചാർജ് പ്രഷർ. 2 പ്രഷർ ഉണ്ടാവും, ഒന്ന് വലുത് ഒന്ന് ചെറുത്. ഇതെവിടെ ആവശ്യം വരിക എന്ന് പറയാം. ഈ റെഫ്രിജറേറ്ററിൻ്റെ ഫ്ലോ നമ്മൾ ഉപയോഗിക്കുന്നില്ല, മാനോമീറ്ററിൻ്റെ ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എനർജി പൾസ് ഇത്. അപ്പം നമ്മൾ ആദ്യം എന്താണ് ഈ എൻതാൽപ്പി കണ്ടുപിടിക്കണം. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രൈ ബൾബ് ഒരു ടെമ്പറേച്ചർ ഉണ്ട്, അതിൻ്റെ ഇൻലെറ്റ് ഒരു എൻതാൽപ്പി കണ്ടുപിടിക്കണം. അത് 2 സാധനം, പക്ഷേ ഇവിടെ പറഞ്ഞ ഈ 2 സാധനമാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് എന്താണ് 34ഉം 28 എൻ്റെ ഇൻലെറ്റ് കണ്ടീഷനാണ്. ഇപ്പോൾ 20 എത്രയായിരുന്നു, അല്ല 28 ആൻഡ് 34. അപ്പോൾ ഇതാണ് ഗ്രാഫ്. ഈ ഗ്രാഫിൽ എത്രയാണ്, അയ്യോ പറഞ്ഞല്ലോ 28 ആൻഡ് 34 അല്ലേ. അപ്പോൾ 34 ആണ് എൻ്റെ DBT. ഈ താഴെ എഴുതിയതാണ് DBT. ഈ താഴെ ഇവിടെ ഇങ്ങനെ പോകുന്നില്ല, ഇത് DBTയും ഈ മുകളിൽ കൂടി ഇങ്ങനെ പോകുന്നത് വെറ്റ് ബൾബ് ടെമ്പറേച്ചറാണ്, WBTയും താഴെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണ്. അപ്പോൾ 34, അപ്പോൾ ഇവിടെ 30 ആണ്, ഇത് 30 ആണ്. അപ്പോൾ 30 31 32 33 നോക്കട്ടെ 31 32 33 34. ഇതാ ഈ ലൈൻ ഉണ്ടല്ലേ, ഈ ലൈൻ ഞാൻ അങ്ങ് മുകളിലോട്ടങ്ങ് വരച്ചു. അത് സ്ട്രെയിറ്റ് ലൈനാണ്. എൻ്റെ DBT എത്ര കിട്ടിയ 28 ആണ്. അപ്പോൾ ഇവിടെ 28 എത്രയാണെന്ന് നോക്കും. 28 എവിടെ, ഇത് 25 26 27 28 ഞാൻ ഇങ്ങനെ മുട്ടിക്കുമ്പോൾ എനിക്കിതാ എൻ്റെ ആദ്യത്തെ പോയിൻ്റ് കിട്ടി. എൻ്റെ ആദ്യത്തെ പോയിൻ്റ് നമുക്ക് ഡോട്ടാക്കാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് പോയിൻ്റ്, ഇൻലെറ്റ് കണ്ടീഷൻ. ഇനി എൻ്റെ രണ്ടാമത്തെ കണ്ടീഷൻ എന്തൊക്കെയാണ്, 31ഉം 27. 31ഉം 27. അപ്പോൾ ഇതാണ് എന്താ എൻ്റെ DBT ആയിരിക്കും ഇതിനെക്കാട്ടും വലുത് വരിക. DBT ഈസ് ലാർജർ ദാൻ വെറ്റ് ബൾബ്. അപ്പോൾ DBT 31 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും, ഇതാ 30 ഇവിടെ, 30 ഇവിടെ. അപ്പോൾ 31 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ വരയിൽ കൂടെ വരയ്ക്കുക, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം ഈ വരയിൽ കൂടെ. എൻ്റെ DBT എത്ര കിട്ടി, 27 അല്ലേ. 27 എന്ന് പറഞ്ഞാൽ ഇതാ, ഇത് 25, ഇത് 25 26 27. അപ്പോൾ 27 എന്താ ഇങ്ങോട്ടേക്കാണ് വരയ്ക്കുക. ഈ പേപ്പറിനൊക്കെ വളവുള്ളതുകൊണ്ട് കേട്ടോ.
G7 എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടും, ഇവിടെ കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ പോയിൻ്റ്, പച്ച വര. അപ്പോൾ എൻ്റെ പ്രോസസ്സ് നടന്നത് എങ്ങനെയാണ്? ഇതാണ് എൻ്റെ ഫസ്റ്റ് പോയിൻ്റ്, ഈ പോയിൻ്റ് കാണുന്നില്ല അല്ലേ? ഇതാണ് എൻ്റെ ഫസ്റ്റ് പോയിൻ്റ്, ഇതാണ് എൻ്റെ സെക്കൻഡ് പോയിൻ്റ്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഇത് പോകുന്നത്. ഇതാണ് 1 to 2. ഇനി ഇതിൻ്റെ എൻതാൽപ്പി കണ്ടുപിടിക്കണമെങ്കിലോ ഈ സംഭവമില്ലേ ഇവിടെ എഴുതിയ, ഇതാണ് ഇതിൻ്റെ എൻതാൽപ്പി. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ എന്താ പാരലായിട്ട് ഈ വര കണ്ടില്ലേ, ഈ വരയ്ക്ക് കുറേ വര കണ്ടില്ലേ, ഈ വരയ്ക്ക് പാരലായിട്ട് വരയ്ക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വരയ്ക്കുമ്പോൾ എന്താവും, ഇതിന് പാരലാക്കി വരയ്ക്കുമ്പോൾ എനിക്കൊന്ന് 90 കിട്ടി. മറ്റേതിൻ്റെ വാല്യൂ എത്രയാണ്? ഇവിടെ നിന്ന് ഇങ്ങനെ പാരലാക്കി വരച്ചപ്പം ഇവിടെയുള്ള വാല്യൂയും കിട്ടി. ആ വാല്യൂ എത്രയാണ്? 86ഉം എനിക്ക് 86ഉം പിന്നെ 90യുമാണ് കിട്ടിയത്. അപ്പോൾ ഇത് നമ്മളുടെ ഡിഫറൻസ്. 90 - 86 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര കിട്ടും? 4 എന്താ കിലോ ജൂൾസ് പെർ ഈ സാധനതാ കിലോ ജൂൾസ് പെർ കിലോഗ്രാം ഡ്രൈ എയറാണ്. കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. ഇതാണ് ഇവിടെ കണ്ടുപിടിച്ച സാധനം. ഇനി ഹെഡ് ഓഫ് മാനോമെട്രിക് സാധനം, അത് ഈ ഇക്വേഷൻ വന്നത് എവിടെ നിന്നാന്ന് വെച്ചാൽ നമ്മൾ മറ്റേ റോ ജി എച്ച് ഇല്ലേ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ റോ ജി എച്ച് ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. റോ ജി എച്ച് ഈക്വൽ ടു റോ ജി എച്ച്. ഇതിപ്പോൾ ഒന്ന് വാട്ടറും പിന്നെ എന്താ മറ്റേ റെഡ് ഫ്ലൂയിഡും അല്ലേ അവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇത് വാട്ടറാണ്, ഇത് വാട്ടർ, ഗ്രാവിറ്റി വാട്ടർ, ഹൈറ്റ് വാട്ടർ. ഇവിടെ യൂസ് ചെയ്യുന്ന മറ്റേ റെഡ് ഫ്ലൂയിഡോ എന്താ ഒരു റെഡ് വുഡ് എന്തോ ഓയിലാണ്. അപ്പോൾ ഈ ഓയിലിന് ഞാൻ എന്താ 6 എന്ന് കൊടുത്തു. എന്തോ റെഡ് വുഡ് എന്തോ ഒരു ചുവന്ന കളറിൽ എന്തോ സാധനം. ഈ ജിയും വെട്ടിപ്പോകും, കാരണം അത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്, 9.8 ആണ്. അപ്പോൾ എനിക്ക് വാട്ടറിൻ്റെ ഹെഡാണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ടറല്ല, എന്താ എയറിൻ്റെ ഹെഡ് കേട്ടോ, സോറി എയർ ആട്ടോ, ഇത് വാട്ടറല്ല എയറാണ്. ഇതൊന്നുകൂടി വൃത്തിക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് പറയുക, റോ ജി എച്ച് ഈക്വൽ ടു റോ ജി എച്ച്. ഈ താഴെയുള്ളതൊക്കെ ഇതിപ്പം എയറാണ്, ഇത് എയർ, ഗ്രാവിറ്റി എയർ, ഇതിൻ്റെ എയർ, ഇതിൻ്റെ എന്താണ് മറ്റേ ഓയിലല്ലേ അവിടെ യൂസ് ചെയ്ത ഫ്ലൂയിഡ് നമുക്കെന്നാൽ എഫ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് എഫ്, ഇത് എഫ്, ഇത് എഫ് അവിടെ യൂസ് ചെയ്യുന്നത്. ഗ്രാവിറ്റി ജി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9.8 ആണ്. അതിപ്പോൾ ഏത് വെള്ളമായാലും ഇതായാലും ഒക്കെ സെയിമാണ്. അപ്പോൾ ഈ 2 ജിയും വെട്ടിപ്പോവും. പിന്നെ വരുന്ന എന്താണ്, നമുക്ക് ഹെഡ് ഓഫ് എയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ വെച്ചാൽ എച്ച് ആണ്. എച്ച് കണ്ടുപിടിക്കുമ്പോൾ എന്താ, ഈ റോ എഫ് എച്ച് എഫ് ബൈ പിന്നെന്താണ് അതാ റോ എ ഡെൻസിറ്റി ഓഫ് എയർ അറ്റ് ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എന്താ 1 ആണ്, ഏകദേശം 1.01 അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരിക പെർ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഡ്രൈ എയറിൻ്റെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ഇത് യൂസ് ചെയ്യാം, HMT ആ ഡാറ്റ ബുക്ക്. ഇപ്പോൾ റെഡ് വുഡിൻ്റെ ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, എത്ര? 8110 കണ്ടല്ലേ, ഇത് 8110. ഡെൻസിറ്റി ഓഫ് അതിൻ്റെ ഇതും തന്നിട്ടുണ്ട്. പിന്നെ എയറിൻ്റെ ഡെൻസിറ്റി 1.1 ആക്കി എടുത്ത്. അപ്പോൾ എനിക്ക് ഇത്ര ഹെഡ് ഓഫ് വാട്ടർ എനിക്ക് കിട്ടി. ഇനി ഏരിയ ഓഫ് ഡക്റ്റ് 23 ഇത് എന്ന് പറഞ്ഞത് അത് എന്തിനാണെന്ന് വെച്ചാൽ മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാനാണ്. മാസ് ഫ്ലോ റേറ്റ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂ ആണ്. ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ്, ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റീൻ്റെ ഇക്വേഷൻ ഉണ്ട്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, √2gh ആണ്. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ എവിടെ നിന്ന് കിട്ടി? എച്ചിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഇവിടെ നിന്ന് കിട്ടിയ കണ്ടില്ല, ഈ എച്ച് എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നത്, ഈ എച്ച്. അപ്പോൾ അത് ഞാൻ നേരെ ഇങ്ങോട്ട് എഴുതി, ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇത് ഇത്ര കിട്ടി. ഏരിയ ഇൻറ്റു വെലോസിറ്റി കിട്ടി. മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ആണോ, ഇതാ ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ആക്ച്വൽ റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ m./Δh ചെയ്താൽ എനിക്ക് ആക്ച്വൽ കിട്ടും. ടണ്ണേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഇത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ വരുന്ന ഇത് കംപ്രസർ വർക്ക്, ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, വർക്ക് കിട്ടും, കംപ്രസർ എത്ര വർക്ക് ചെയ്തു. ഇനി ആക്ച്വൽ COP എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഇത് കിട്ടി, 2.5. ഇനി നമുക്ക് തിയററ്റിക്കൽ കണ്ടുപിടിക്കുന്നത്, ഇത് 2 പ്രഷർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ,
ഈ 2 പ്രഷറിനെ ഞാൻ ബാറിലേക്ക് മാറ്റിയത്. ഇത് കാൽക്കുലേറ്റർ വെച്ച് മാറ്റാം. ഇത് ഉപയോഗിക്കണമെന്നില്ല, ഇത് കാൽക്കുലേറ്ററിൽ നമുക്ക് സുഖമായിട്ട് മാറ്റാം. അപ്പോൾ എന്നോട് എന്തൊക്കെ പറഞ്ഞത്, എനിക്ക് 2 പ്രഷറാണുള്ളത്. 1.9 ഇതിന് ഞാൻ ഏകദേശം 2 ആക്കിയെടുത്തു. പിന്നെ 9.8 ഞാൻ ഏകദേശം 10 ആക്കിയെടുത്തു. 10 ബാർ, രണ്ട് ഇത് കിട്ടി. അപ്പോൾ അല്ല, ഇവിടെ ഞാൻ ഗ്രാഫ് ചെയ്തപ്പോൾ 9.8 ഇത് തന്നെയാണ് എടുത്തത്. ഇപ്പോൾ ഇവിടെ ബാറിലാണ് വന്നത്, കണ്ടില്ലേ, ബാറാണ് ഇവിടെ, ബാറിലാണ് എന്ത് യൂണിറ്റ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ എത്ര 1.9 എനിക്കെന്ത് കിട്ടിയത്. ആ 1.9 എനിക്കെന്താ ഇതിൽ മാർക്ക് ചെയ്യുക, കോൺസ്റ്റൻറ്റ് പ്രഷറാണ് എന്ത് നമ്മളിവിടെ യൂസ് ചെയ്യുക. 1.9 എന്താ മറ്റേ ഹൊറിസോണ്ടൽ വരയ്ക്കുക. ഇത് ഇങ്ങനെ നേരെ അങ്ങ് പോകും. ഇത് നേരെ പോകും. രണ്ടാമത്തെ പ്രഷറോ 10, അതായത് 9.8 ആയി 10 ആക്കി എടുത്തു. അത് ഞാൻ എന്താക്കി ഇങ്ങനെ നേരെ വരച്ച് പോണേ. വളയുന്ന സ്കെയിൽ വെച്ച് നേരെ വരച്ചു. 2 ടെമ്പറേച്ചർ ഉണ്ട്. ടെമ്പറേച്ചറിൽ കണ്ടുപിടിക്കാൻ ഇവാപ്പറേറ്റർ കഴിഞ്ഞിട്ടുള്ള ടെമ്പറേച്ചർ എത്രയാണ്? ആഫ്റ്റർ ഇവാപ്പറേറ്റ് 31. അപ്പോൾ ആഫ്റ്റർ ഇവാപ്പറേറ്റർ ടെമ്പറേച്ചർ എത്രയാണ്? നമുക്ക് 31 അറ്റല്ലേ. അപ്പോൾ ഇതിൽ 31 മാർക്ക് ചെയ്യാം. 31 ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഈ ലൈനാട്ടോ, ടെമ്പറേച്ചർ ലൈന്. ഞാൻ ഇതിൽ പറയാം, ഓറഞ്ച് കളറിൽ ഇങ്ങനെ വരച്ചിട്ടില്ലേ, ഇങ്ങനെ സാധനം പോകുന്നു ഇങ്ങനെ. ഇത് 40. ഇപ്പോൾ ഇത് കണ്ടില്ലേ 0 ഡിഗ്രി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും. അതാണ് സാധനം. അപ്പോൾ നമുക്കെന്താ 31 എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ഇത് കണ്ടില്ലേ 40 ഇവിടെയുണ്ട്, 20 ഇവിടെയുണ്ട്. ആ സാധനം എന്താണ് ഇങ്ങനെ പോകും. ഇതാ 40, 20 ഉണ്ടല്ലേ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ പകുതി ആയിരിക്കും എന്ത് 30, 31 എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടി. ഇവിടെ കിട്ടിയിട്ട് ഞാനിതാ ഈ ലൈന് കണ്ടില്ലേ, പച്ച ലൈനിൽ പറയുന്നതാണ് ഈ എൻട്രോപ്പി ലൈൻ. ഈ എൻട്രോപ്പി ലൈനിന് ഞാൻ പാരലാക്കി വരച്ച്. 31 ഞാൻ ആദ്യം മാർക്ക് ചെയ്യണം. ഓക്കെ, 31 ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ എവിടെയാണ് വരിക? ഈ 31 എന്ന് പറഞ്ഞാൽ ഈ ലൈനായിരിക്കും. ഇതാണ് 30 ഡിഗ്രി ടെമ്പറേച്ചറിൻ്റെ ലൈൻ. ഇതിങ്ങനെ പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോയി. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനമാണ് എന്ത് എൻ്റെ ഫസ്റ്റ് ടെമ്പറേച്ചർ. എന്നിട്ട് ഞാൻ ഈ പച്ച വര പറഞ്ഞില്ലേ, ഈ പച്ച വര അതിന് പാരലാക്കിയിട്ട് ഒരു വര അങ്ങ് വരയ്ക്കും. പച്ച ലൈൻ ഞാൻ പറഞ്ഞാൽ അതാ എൻട്രോപ്പി ലൈനാന്ന് പറയുന്നതാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ലൈനില്ലേ, ഈ ലൈനാണ്. ഈ ലൈനിന് പാരലാക്കുക. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ വളച്ച് വരച്ചില്ല, അതിൻ്റെ പാരലൽ. എൻ്റെ പോയിൻ്റ് കിട്ടിയത് എനിക്ക് എവിടെ? എൻ്റെ പോയിൻ്റ് കിട്ടിയത് എനിക്ക് ഇവിടെയാണ്. അപ്പോൾ ഇത് വെച്ച് ഞാൻ മറ്റേന് എന്താക്കും, പാരലാക്കിയിട്ട് ഇങ്ങനെ വരയ്ക്കും. എന്ന് വെച്ചാൽ അവിടെ പാരലാക്കി വരയ്ക്കുന്ന പറഞ്ഞാൽ ഈ ലൈനാട്ടോ, ഈ ലൈൻ. ഈ ലൈനിന് പാരലാക്കി വരയ്ക്കുകയാണ്. ഈ ലൈനിന് പാരലൽ. അപ്പോൾ എൻ്റെ ഒരു പോയിൻ്റ് എനിക്ക് എന്ത് കിട്ടും? ഇവിടെ കിട്ടും. ഇതാണ് എൻ്റെ രണ്ടാമത്തെ പോയിൻ്റ്, ഇതാണ് എൻ്റെ ഒന്നാമത്തെ പോയിൻ്റ്. പിന്നെ കണ്ടൻസറിൻ്റെ ഔട്ടിലെ ടെമ്പറേച്ചർ എത്രയാണ് നോക്കുക. കണ്ടൻസർ ഔട്ട് ടെമ്പറേച്ചർ എത്രയാണ്? ആഫ്റ്റർ കണ്ടൻസേഷൻ 40. 40 എന്ന് പറഞ്ഞാൽ ഇതാണ് 40ൻ്റെ വര. അപ്പോൾ ഈ വര ഇങ്ങനെ വന്ന് ഇവിടെ തട്ടിയിട്ട് പാരലാക്കിയിട്ട് പോവുക. പാരലാക്കണ്ട, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഐസെൻട്രോപ്പിക് അല്ല വരുന്നത്, നമുക്ക് എക്സ്പാൻഷൻ വർക്കാണ്. എക്സ്പാൻഷൻ വർക്കിന് എൻതാൽപ്പി കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പം ഇങ്ങനെ വന്നു. ഇപ്പം ഈ വരച്ച ഈ സാധനമല്ലേ, ഞാൻ പച്ച കളറിൽ വരയ്ക്കുകയാണെങ്കിൽ ഈ ബോക്സാണ് നമ്മുടെ ഈ എൻതാൽപ്പീൻ്റെ ഹൈലൈറ്റ് ചെയ്യാം.
ഈ സാധനമല്ലേ ഇപ്പോൾ ഈ വര ഈ വര ഈ വര ഈ വര ഇതാണ് നമ്മുടെ എന്ത് പി എച്ചിൽ. ഇനി ഇതിൻ്റെ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമുക്ക് എൻതാൽപ്പി ഇതാ ഈ വരേൻ്റെ താഴത്ത് ഇതാക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻതാൽപ്പി കിട്ടും, ഈ വര താഴേക്ക് പോകുമ്പോൾ ഒരു എൻതാൽപ്പി കിട്ടും, ഈ വര നേരെ താഴേക്ക് പോകുമ്പോൾ ഒരു എൻതാൽപ്പി കിട്ടും. അപ്പം ഇവിടെയുള്ള എൻതാൽപ്പി ഡിഫറൻസ് ബൈ ഇവിടെയുള്ള ഈ താഴെ നടക്കുന്നതാണ് കൂളിംഗ് പ്രോസസ്സ്. സി ഒ പി എന്ന് പറഞ്ഞാൽ കൂളിങ്ങിൻ്റെ ഇതാണ്, നമ്മളെ എഫിഷ്യൻസി പറയുന്നതാണ്. അപ്പം ഇവിടെ ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കണ്ട, ഇവിടെയുള്ള എച്ച് കണ്ടുപിടിക്കുക, ഈ പോയിൻ്റത്തുള്ള എച്ച് കണ്ടുപിടിക്കുക, ഈ പോയിൻ്റത്തെ എച്ച് കണ്ടുപിടിക്കുക, മൈനസ് ചെയ്യുക, പിന്നെ ഈ പോയിൻ്റത്തെ, അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്യുക, ഇത് രണ്ടും. അപ്പോൾ ഡെൽറ്റ എച്ച് ബൈ ഇതിൻ്റെ എച്ച്. അതിൻ്റെ ചിത്രം ഞാൻ ഇവിടെ സൈഡിൽ വരച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഇതായത് ഇവിടെ എൻ്റെ മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ 3, 4 ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ കൂളിംഗ് നടക്കുന്നത് ഇവിടെയാണ്, ഇതാണ് എൻ്റെ ഇവാപ്പറേറ്റർ. ഇവാപ്പറേറ്ററിൽ എത്ര കൂളിംഗ് നടന്നതെന്ന് ചോദിച്ചാൽ H4 മൈനസ് H3 ഡിവൈഡഡ് ബൈ കംപ്രസർ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്, എന്താണ് H1 മൈനസ് H4. ഇത് ചെയ്താൽ എനിക്ക് തിയററ്റിക്കൽ ഇത് കിട്ടും. ഈ എച്ച് ആണ് ഇത് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിച്ചത്. എന്താ കണ്ടില്ലേ ഇവിടെയുള്ള ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനം. നമ്മൾ കാർനോട്ട് COP ഇതിൽ പറയുന്നുണ്ടോ ഇല്ല അല്ലേ? ആക്ച്വൽ COP, തിയററ്റിക്കൽ COP, കാർനോട്ട് COP പറയുന്നില്ല. അപ്പോൾ ഓക്കെ, റിവേഴ്സ്ഡ് കാർനോട്ട് COP കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഏതാ നമ്മൾ എടുക്കേണ്ടതെന്ന് അറിയാം? ഈ 2 ടെമ്പറേച്ചർ ആയിരിക്കും എടുക്കുക. ഈ ഡോമിൻ്റെ ഉള്ളത്തെ ടെമ്പറേച്ചറാണ് എടുക്കാറ്. ഇങ്ങനെ വരുമ്പം ഇങ്ങനെയാണ് സാധനം വരിക. അപ്പം നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ ഇതിൽ കൂളിംഗ് അല്ലേ വരുന്നത്. കൂളിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയും വരും ഇങ്ങനെയും വരും. ഈ സൂപ്പർ ഹീറ്റഡ് പറയുമ്പോൾ ഈ സാധനം എന്താവും, മുകളിലേക്ക് പോകും. ഈ ഒരു ടെമ്പറേച്ചറും പിന്നെ എന്താണ് ഈ ഒരു ടെമ്പറേച്ചറാണ് എടുക്കേണ്ടത് കൂളിങ്ങിൽ. അത് പറഞ്ഞിട്ടില്ല, അപ്പോൾ അതിനെ പറ്റി എടുക്കണ്ട.